ഒരാഴ്ചത്തെ ഗ്യാപ്പിന് ശേഷം ഞാനങ്ങനെ വീണ്ടും യാത്ര തുടങ്ങുകയാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ യാത്രയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഞാൻ പോകുന്നത് മൈസൂർക്കാണ്. അപ്പോൾ ട്രിവാൻഡ്രം നോർത്ത് മൈസൂർ എക്സ്പ്രസ്സിനാണ് ഞാൻ ബുക്ക് ചെയ്തത്. സ്ലീപ്പറായിരുന്നു. സ്ലീപ്പർ ബുക്ക് ചെയ്ത് ഓർക്കണം, ഇന്ന് വീക്കെൻഡാണ്. സ്ലീപ്പർ ബുക്ക് ചെയ്ത് ചാർട്ട് വന്നപ്പോഴേക്കും അപ്ഗ്രേഡായി, ഓട്ടോമാറ്റിക്കായിട്ട് ഫ്രീ ആയിട്ട് അപ്ഗ്രേഡായി. തേർഡ് AC എക്കണമിയിലേക്ക് എൻ്റെ സീറ്റ് അപ്ഗ്രേഡായി കിട്ടി. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു സംഭവം നമുക്ക് കിട്ടുന്നത്, എങ്ങനെയാണ് ഈ ഓട്ടോമാറ്റിക്കായിട്ട് ഫ്രീ ആയിട്ട് അപ്ഗ്രേഡ് ആകുന്നതെന്നൊക്കെ ഞാനൊരു വീഡിയോ ഞാൻ നേരത്തെ ചെയ്തായിരുന്നു. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നൊരു അപ്ഗ്രേഡ് യാത്ര നടത്താൻ പോകുന്നത് സ്ലീപ്പറിൻ്റെ കാശിന് നമ്മൾ തേർഡ് AC എക്കണമിയിൽ മൈസൂർക്ക് പോകാണ്, മൈസൂർ എക്സ്പ്രസ്സിന്. അപ്പോൾ നമ്മുടെ മൺസൂൺ ട്രാവൽ സീരീസ് ഇവിടെ തുടങ്ങുകയാണ്. മൺസൂൺ ട്രാവൽ സീരീസ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ മഴ കുറവാണ്. നമ്മുടെ ഇവിടെ മഴ കുറച്ച് കുറവാണ്, പക്ഷേ കർണാടകത്തിലൊക്കെ നല്ല മഴയാണെന്നാണ് കേട്ടത്. അതുകൊണ്ടാണ് മെയിനായിട്ട് പോകുന്നത്. അപ്പോൾ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഈ പോകുന്ന യാത്രകളൊക്കെ നമ്മൾ ഈ മൺസൂണിലാണ് ഈ പോകുന്നത്. അപ്പോൾ മൺസൂണിൽ നല്ല അടിപൊളി കാഴ്ചകളൊക്കെയുള്ള റൂട്ടുകളുടെ വീഡിയോ ഒക്കെ ഞാൻ എൻ്റെ ചാനലിൽ മൺസൂൺ ട്രെയിൻ ട്രാവൽ സീരീസ് എന്നൊരു പ്ലേലിസ്റ്റ് ഉണ്ട്, അതിൽ എടുത്ത് നോക്കിയാൽ മതി. അതിൽ നിങ്ങൾക്ക് അടിപൊളി വീഡിയോസ് കാണാൻ പറ്റും. അപ്പോൾ നമുക്കിനി നേരെ എറണാകുളം സൗത്ത് സ്റ്റേഷനിലേക്ക് പോകാം. ഈ എറണാകുളം ജംഗ്ഷൻ സ്റ്റേഷൻ്റെ പണിയൊക്കെ കുറച്ച് നാൾ മുടങ്ങി കിടക്കുമായിരുന്നു. എന്തോ സ്റ്റേ എന്തോ ആയിരുന്നു. ഇപ്പോൾ അത് വേറെ ആൾക്കാർ ഏറ്റെടുത്ത് വീണ്ടും പണിയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇതിന് എത്ര വർഷം എടുക്കുമെന്ന് ആർക്കറിയാം. ഇവർ റീഡെവലപ്മെൻറ്റ് ചെയ്യുകയാണ്, നല്ല അടിപൊളി സ്റ്റേഷനാക്കി പുതുക്കി പണിയാണ്. പക്ഷേ ഇപ്പോഴാണ് പണിക്കൊക്കെ ജീവൻ വെച്ചത്. നേരത്തെയൊക്കെ ഇങ്ങനെ മന്ദഗതിയിലായിരുന്നു. നമ്മുടെ വണ്ടി മിക്കവാറും പ്ലാറ്റ്ഫോം 1-ലായിരിക്കും വരുന്നത്. ഞാനിങ്ങനെ ആലോചിക്കുമായിരുന്നു, ഈ മൈസൂർ എക്സ്പ്രസ്സിന് എങ്ങനെയാണ് എനിക്ക് അപ്ഗ്രേഡ് കിട്ടിയതെന്ന്. ഞാൻ കള്ളമല്ല പറയുന്നത്. ഞാൻ എൻ്റെ ടിക്കറ്റിൻ്റെ സ്ക്രീൻഷോട്ടും പിന്നെ എനിക്ക് വന്ന മെസ്സേജിൻ്റെ സ്ക്രീൻഷോട്ടും പീനർ സ്റ്റാറ്റസിൻ്റെ സ്ക്രീൻഷോട്ടും കാണിക്കാം. അത് എയോ കുന്തോ ഒന്നുമല്ല, ഇത് ഫാബ്രിക്കേറ്റഡ് ഒന്നുമല്ല, കറക്റ്റ് കാര്യമാണ്. എനിക്കറിയാം, ഞാൻ ഓട്ടോ അപ്ഗ്രേഷൻ ഓപ്ഷൻ കൊടുത്തായിരുന്നു. പക്ഷേ ഇത് വണ്ടി ഫുള്ളാണ്, വീക്കെൻഡാണ്, ഫ്രൈഡേ ആണ്. പക്ഷേ ഇവിടെ നിന്ന് അങ്ങോട്ടാണ്. എന്നാലും അപ്ഗ്രേഡൊക്കെ കിട്ടാൻ മാത്രം വണ്ടി കാലിയാണോ എനിക്കറിയത്തില്ല. എന്തായാലും സ്ലീപ്പറിൻ്റെ പൈസയ്ക്ക് 450 രൂപ കണ്ടായിരുന്നു. ആ പൈസയ്ക്ക് നമുക്ക് AC എക്കണോമിയിൽ യാത്ര ചെയ്യാം. ഭയങ്കര സംഭവമല്ലേ. പ്ലാറ്റ്ഫോം 1-ലാണ് മിക്കവാറും നമ്മുടെ മൈസൂർ എക്സ്പ്രസ് വരുന്നത്. മിക്കവാറും നല്ല ഇവിടെ തന്നെയാണ് വരുന്നത്. അപ്പോൾ 1-ൽ നമ്മുടെ എറണാകുളം ഓക്ക എക്സ്പ്രസ് കണ്ട് റെഡി കിടപ്പുണ്ട്. 8:25 ഈ വണ്ടി വിടും. ഇതിന് തൊട്ട് പുറകിലാണ് നമ്മൾ പോകുന്നത് കേട്ടോ. അപ്പോൾ റോയപുരത്തിൻ്റെ ഒരു WP7 ആണ് എറണാകുളം ഓക്ക എക്സ്പ്രസ്സിനെ നയിക്കുന്നത് ഇന്ന്. നമ്മുടെ പട്ട എറണാകുളം എക്സ്പ്രസ്സിൻ്റെ ജനറലിൻ്റെ ബാത്റൂമിൻ്റെ അവസ്ഥയാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഗ്ലാസ് ഒന്നുമില്ല, പറയേണ്ട ആവശ്യമില്ലല്ലോ. അയ്യേന ഹമര ബീഹാർമേ. ഇവിടെ എറണാകുളത്ത് ഇപ്പോൾ നല്ല അടിപൊളി ഒരു AC വെയിറ്റിംഗ് ഹോളുണ്ട്. അതാണ് ഈ കാണുന്നത്. ഇത്രയൊക്കെ സംഭവം ഇതിനകത്തുണ്ട്. കുറേ സീറ്റിംഗ് സ്പേസും സംഭവങ്ങളൊക്കെ ആയിട്ട് ഒരു കിടിലൻ AC വെയിറ്റിംഗ് ഹോൾ നമ്മുടെ എറണാകുളം ജംഗ്ഷനിലേക്ക് വന്നിട്ടുണ്ട്. ഇതിൽ കയറി ഇരിക്കാൻ വേണ്ടി ഒരാൾക്ക് 30 രൂപയാണ് ഒരു മണിക്കൂറത്തേക്ക്. സിംഗിൾ ലൈൻ ആലപ്പുഴ റൂട്ടിൽ സർവ്വതേപ്പും കിട്ടി അരമണിക്കൂർ ലേറ്റായിട്ടാണ് നമ്മുടെ മൈസൂർ എക്സ്പ്രസ് കണ്ട് വരുന്നുണ്ട്. 8:30 വരേണ്ട വണ്ടി ഇപ്പോൾ 9 മണി ആവാറായി. ഇപ്പോഴാണ് കയറി വരുന്നത്. മൈസൂർ എക്സ്പ്രസ് എറണാകുളം ജംഗ്ഷൻ 1-ാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. കൊച്ചുവേളി മൈസൂർ എക്സ്പ്രസ് എറണാകുളം ജംഗ്ഷൻ പ്ലാറ്റ്ഫോം നമ്പർ 8 पर നമ്മുടെ വണ്ടിക്ക് ഇന്ന് ഇറ്റാർസി ഷെഡിൻ്റെ ഒരു WP7 ആണ് ലോഗോ. ഇറ്റാർസിയുടെ ഒരു 30746 WP7 ആണ് ഈ വണ്ടീനെ ഇന്ന് മൈസൂർ വരെ കൊണ്ടുപോകുന്നത്. അപ്പോൾ നമ്മുടെ കോച്ച് M2 ആണ്. നമുക്ക് അപ്ഗ്രേഡ് കിട്ടി, നമുക്ക് സീറ്റ് കിട്ടിയത് AC എക്കണോമി M2-ലാണ്. M2-ൽ എൻ്റെ ബർത്ത് വരുന്ന ലോവർ ബർത്താണ്, സീറ്റ് നമ്പർ 60. അപ്പോൾ ലോവർ ബർത്തിലാണ് നമുക്ക് കിട്ടിയത് സീറ്റ്. കിട്ടിയ കോച്ച് നല്ല കിടിലൻ കോച്ചാണ്, നല്ല തിളക്കം, അകത്തും നല്ല വൃത്തി ഉണ്ടാവും. 2023 ഉണ്ടാക്കിയൊരു കോച്ചാണ്, നല്ല കിടിലൻ എക്കണോമി കോച്ച് കേട്ടോ. എൻ്റെ ലോവർ ബർത്ത് 60 ആണ്. അവിടെ അടുത്തെല്ലാം നിറച്ച് ആൾക്കാരായതുകൊണ്ട് എനിക്ക് അകത്ത് ഷൂട്ട് ചെയ്യാനൊരു ബുദ്ധിമുട്ടുണ്ട്. കാരണം അവരുടെ പ്രൈവസിയോടെ നമ്മൾ നോക്കണമല്ലോ. അതുകൊണ്ട് അകത്ത് അതിനാദ്യം ഷൂട്ട് ചെയ്തില്ല. നമ്മൾ ഈ നാളെ രാവിലെ ഇവരൊക്കെ ബാംഗ്ലൂരൊക്കെ ആകുമ്പോൾ ഇറങ്ങും. അപ്പോൾ നമുക്ക് അകത്ത് കാണിക്കാം. നല്ല കോച്ചാണ്, നല്ല കിടിലൻ മെയിൻറ്റൈൻഡ് കോച്ചാണ്. നമ്മളിപ്പോൾ കണ്ട് എറണാകുളം ജംഗ്ഷൻ കണ്ട് ഡിപ്പാർട്ടായിട്ടുണ്ടേ. നമ്മുടെ തൊട്ട് ഫ്രണ്ടിൽ ഹിമസാഗർ എക്സ്പ്രസ് ഉണ്ട്. അതിൻ്റെ ട്രെയിൻ നമ്പർ 16317 ആണ്.
ഇതിൻ്റെ ട്രെയിൻ നമ്പർ 16316. 16316ഉം 16317ഉം വാലേ വാലയാണ് പോകുന്നത്. ശരിക്കും ഷെഡ്യൂൾ പ്രകാരം നമ്മളാണ് ആദ്യം പോകേണ്ടത്. കാരണം നമ്മൾ ഇടയ്ക്ക് വെച്ച് ലേറ്റ് ആയതുകൊണ്ടാണ് ഹിമസാഗർ കയറിപ്പോയത്. അല്ലെങ്കിൽ ഹിമസാഗറിനെ നമ്മൾ എറണാകുളം ടൗണിലിട്ട് ഓവർടേക്ക് അടിക്കുന്നതാണ് പതിവ്. ഇപ്പോൾ ഹിമസാഗർ കയറിപ്പോയിട്ട് ഇനി അതിനെ ഓവർടേക്ക് അടിക്കുമോ എന്ന് അറിയത്തില്ല, എനിക്ക് തോന്നുന്നില്ല. കാരണം നമ്മൾ സ്വല്പം ഡിലേ ആയല്ലോ, നമ്മളൊരു 40 മിനിറ്റ് അടുപ്പിച്ച് ഡിലേ ഉണ്ട് ഇപ്പോൾ. അതാണെങ്കിൽ 10 മിനിറ്റ് ഡിലേ എന്തോ ഉള്ളൂ. നമ്മളിപ്പോൾ ചാലക്കുടി ആയതേ ഉള്ളൂ. വണ്ടി 42 മിനിറ്റ് ലേറ്റാണ്. ഹിമസാഗറിൻ്റെ പുറയിലിട്ട് ഉരുട്ടുന്നതുകൊണ്ടേ വണ്ടി ഡിലേ ആവുന്നുണ്ട്. മിക്കവാറും ഹിമസാഗറിനെ മുന്നേ കയറ്റി വിടുമോ എന്ന് അറിയത്തില്ല. കയറ്റി വിടുകയാണെങ്കിൽ ഒറ്റപ്പാലത്ത് വെച്ച് കയറ്റി വിടാൻ ചാൻസുണ്ട്. കാരണം ഒറ്റപ്പാലത്ത് നമ്മുടെ ഹിമസാഗറിന് സ്റ്റോപ്പുണ്ട്, ഇതിന് സ്റ്റോപ്പില്ല. അറിയില്ല, എന്തായാലും ഇത് മൈസൂർ എന്തായാലും ഓൺ ടൈം എത്തുമായിരിക്കും. ഇത് രാത്രി വല്ല തേപ്പോയിട്ടൊന്നും അറിയത്തില്ല. അപ്പോൾ ഞാൻ പോയി കിടക്കട്ടെ. ഇപ്പോൾ സമയം 10 മണിയായിരുന്നു. വണ്ടി ഇതിനായിട്ടും തൃശ്ശൂർ പോലും ആയിട്ടില്ല. അതിങ്ങനെ തൊട്ട് മുന്നിലത്തെ സ്റ്റേഷനുള്ളതുകൊണ്ട് ഇതിങ്ങനെ പയ്യാണ് നമ്മുടെ വണ്ടി പോകുന്നത് കണ്ടോ. പയ്യെ എല്ലായിടത്തും ചവിട്ടിയാണ് പോകുന്നത്. ഇന്നലെ ഞാൻ കിടക്കാൻ നേരത്ത് വണ്ടി 3/4 മണിക്കൂർ ലേറ്റായിരുന്നു. ഇപ്പോൾ രാവിലെ എണീറ്റിയ സമയം 6 മണിയായേ. 1.25 മണിക്കൂറാണ് ഇപ്പോൾ വണ്ടി ലേറ്റായിട്ട് ഓടുന്നത്. രാത്രിയിൽ എവിടെയോ വെച്ച് വമ്പം പണി കിട്ടി. മറ്റേ ട്രിവാൻഡ്രം ചെന്നൈ സൂപ്പർ ഫാസ്റ്റിലെ ട്രെയിൻ നമ്പർ 12696 അതൊക്കെ കയറി ഓവർടേക്ക് അടിച്ചിട്ടുണ്ട്. അത് ഓവർടേക്ക് അടിച്ച് ഇപ്പോൾ ഏതാണ്ട് അത് മോറാപ്പൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് അതിന് സ്റ്റോപ്പുണ്ടേ. അപ്പോൾ അതവിടെ ഉള്ളതുകൊണ്ട് നമ്മുടെ വണ്ടി ഇവിടെ ഔട്ടിൽ പിടിച്ചിട്ടേക്ക് കണ്ടോ. എന്തല്ലേ ആ വണ്ടിയൊക്കെ വരെ കയറി ഇതിന് ഓവർടേക്ക് അടിച്ചു. അപ്പോൾ എവിടെയോ രാത്രി എന്തോ നല്ല പണി കിട്ടിയിട്ടുണ്ട്. അതാണ് നമ്മുടെ വണ്ടി ലേറ്റായത്. 1.25 മണിക്കൂർ ലേറ്റ്. അപ്പോൾ എന്തായാലും 2 മണിക്കൂർ ആകാൻ ചാൻസ് ഉണ്ട് ഇപ്പോൾ. അതായത് നമ്മളിപ്പം ഓടിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ SMVT ബാംഗ്ലൂർ ഹംസഫർ ഇല്ലേ, ആ ഒരു ടൈം സ്ലോട്ടിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ KR പുരം എത്തുമ്പോൾ ഏകദേശം ഒരു 8:30-9 മണിയൊക്കെ ആവും. നമ്മൾ 5 മണിക്ക് തിരുപ്പട്ടൂർ എത്തേണ്ടതാണ്. നമ്മളിപ്പോൾ എത്തുന്നത് 6:42 ആയപ്പോഴാണ് കേട്ടോ. 1.25 മണിക്കൂറാണ്. ഇപ്പോൾ 1.25 മണിക്കൂർ ഡിലേ ആണ്. പോരെ, അത്ര ലേറ്റായ വണ്ടി. ഞാൻ സ്റ്റാറ്റസ് നോക്കിയപ്പോഴേക്കും പാലക്കാട് കോയമ്പത്തൂർ സ്ട്രെച്ചിലാണ് ഇത് ലേറ്റായത്. അതാ എനിക്ക് തോന്നുന്നു മറ്റേ ഗാഡ് സെക്ഷനിലാണെന്ന് തോന്നുന്നു. വാളയാർ ആ ഭാഗത്തൊക്കെ അവിടെ കണ്ട് വെച്ചാണ് ഇത് ലേറ്റായത്. ആ ഒരു സ്ട്രെച്ചിൽ വെച്ചാണ് നമ്മുടെ വണ്ടി 1.5 മണിക്കൂറൊക്കെ ലേറ്റായത്. അപ്പോൾ ആ ഭാഗത്ത് എന്തോ ഒരു പണി കിട്ടി. എന്തെങ്കിലും വർക്ക് കാരണം എന്തെങ്കിലും പിടിച്ചിട്ടായിരിക്കണം, അറിയത്തില്ല എന്താണെന്ന്. പക്ഷെ മറ്റേ ചെന്നൈ സൂപ്പർ ഫാസ്റ്റൊക്കെ കയറിപ്പോയി. എന്നിട്ടാണ് ഇതിന് പണി കിട്ടിയത്. നമ്മളിവിടെ ജോളാർപേട്ട ബൈപ്പാസിനവിടെ പിടിച്ചിട്ടേക്കുകയാണ്. നമ്മുടെ KSR ബംഗളൂരു എറണാകുളം വന്ദേ ഭാരത് ബൈപ്പാസ് ഇറങ്ങി വരുന്നുണ്ട്. ഇവിടുത്തെ ബൈപ്പാസ് സിംഗിൾ ലൈനാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു വണ്ടിയും കൊണ്ട് ഇറങ്ങി വരികയാണെങ്കിൽ ഇതിനെ ഇവിടെ ബൈപ്പാസിന് മുന്നേ പിടിക്കും, അങ്ങോട്ട് കയറാൻ പോകുന്ന വണ്ടി. നമ്മളിവിടെ പിടിച്ചിട്ടേക്കുന്നത് 2 ഡിവിഷൻ്റെയും ബോർഡറിന് അവിടെ ആയിട്ടാണ്. ഇവിടെ നിന്ന് അങ്ങോട്ട് ചെന്നൈ ഡിവിഷനാണ് സദേൺ റെയിൽവേയുടെ. നമ്മളിപ്പോൾ ഉള്ളത് സദേൺ റെയിൽവേയുടെ സേലം ഡിവിഷൻ. അതുകൊണ്ട് വന്ദേ ഭാരത് വരുന്നുണ്ട്. വന്ദേ ഭാരത് കണ്ട് വേഗം വന്നോളും. 8 കോച്ചല്ലേ ഉള്ളൂ. അതുപോലെ വേഗം ആക്സിലറേറ്റ് ചെയ്ത് ലൂപ്പൊക്കെ ഇറങ്ങി വരും. ഇനിയിപ്പോൾ നമ്മൾ ജോളാർപേട്ട ബൈപ്പാസൊക്കെ അടിച്ച് ഇനി നമ്മൾ ബാംഗ്ലൂർ ഇനി കയറും. അടുത്ത സ്റ്റോപ്പ് കുപ്പമാണ് കേട്ടോ. വണ്ടി എന്തായാലും നല്ല ലേറ്റായി. ഇപ്പോൾ 2 മണിക്കൂറാണ് നമ്മുടെ വണ്ടി ഇപ്പോൾ ലേറ്റായിട്ട് ഓടുന്നത്.
നമ്മൾ മൺസൂൺ ട്രെയിൻ ട്രാവൽ സീരീസ് എന്ന് പറഞ്ഞാണ് ഈ സീരീസ് തുടങ്ങിയത്. പക്ഷേ മൺസൂണിൻ്റെ പൊടി പോലുമില്ല. പക്ഷെ നമ്മളിനി അടുത്ത വീഡിയോയിൽ നമ്മൾ പോകാൻ പോകുന്നത് നമ്മൾ തലകുപ്പ എന്ന സ്ഥലത്താണ്. നമ്മൾ എല്ലാ വർഷവും പോകുന്ന നമ്മുടെ ഒരു സ്ഥിരം സ്പോട്ടാണ്. അപ്പോൾ അവിടെയൊക്കെ എന്തായാലും മഴ കാണുമെന്ന് പ്രതീക്ഷിക്കുന്നത്. ഈ വീഡിയോയിൽ നിങ്ങൾ മഴയൊന്നും പ്രതീക്ഷിക്കേണ്ട. നല്ല കട്ട വെയിലാണ് രാവിലെ തന്നെ. എന്തായാലും ഓരോ ക്ലൈമറ്റ് ചേഞ്ചിൻ്റെയൊക്കെ ഓരോ ഇതാണ്. ഈ മൺസൂണൊക്കെ ഇപ്പം ഒന്നും മഴയൊക്കെ കിട്ടാത്തത്. ഗ്ലോബൽ വാർമിങ് അത് ഇതൊക്കെ ഓരോ കാരണങ്ങളൊക്കെയാണ്. മഴയൊന്നും മര്യാദയ്ക്കില്ലല്ലോ. സാധാരണയൊക്കെ പണ്ടൊക്കെ നമ്മൾ സ്കൂളിൽ പോകാൻ നേരത്ത് ജൂൺ ഒന്നെന്നൊക്കെ പറയുമ്പോൾ നല്ല മഴയായിരിക്കും. ഇത് ജൂണായിട്ട് മഴയില്ല, ഒന്നുമില്ല. എല്ലായിടത്തും വെയിലാണ്. ഇടയ്ക്കിടയ്ക്ക് വല്ല മഴ പെയ്താലായി. നമ്മൾ ബംഗാരപ്പേട്ട കയറാൻ പോകുന്നത് 1 മണിക്കൂർ 50 മിനിറ്റ് ലേറ്റായിട്ടാണ് കേട്ടോ. 1 മണിക്കൂർ 50 മിനിറ്റ്. നമ്മൾ മിക്കവാറും KSR ബാംഗ്ലൂർ എത്തുമ്പോൾ ഒരു ശകലം ഡിലേ കുറയും. ചിലപ്പോൾ ഒരു 1.5 മണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂറൊക്കെ ആയിട്ട് കുറയും. നമ്മളിവിടെ പിടിച്ചിട്ടേക്കുവാണേ. നമ്മുടെ ഫ്രണ്ടിൽ ഒരു കോലാർ നിന്നും ബംഗളൂരു കണ്ടോൺമെൻറ്റ് വരെ പോകുന്നൊരു മെമു കയറിപ്പോയിട്ടുണ്ട്. അതുകൊണ്ട് ഇനി നമ്മൾ അതിൻ്റെ പുറകിലേ പോകത്തുള്ളൂ. അത് പോയിട്ട് ലൈൻ ക്ലിയർ ആകാൻ വേണ്ടി നമ്മളിവിടെ പിടിച്ചിട്ടേക്കും. ഇപ്പോൾ 5 മിനിറ്റ് കൂടുതലായി കേട്ടോ. 8:10 വന്നിട്ട് നമ്മൾ എടുക്കുന്നത് 8:21 11 മിനിറ്റാണ് ഇവിടെ കിടന്നത് ആ ഒരു വണ്ടി ക്ലിയറായി പോകാൻ വേണ്ടിയിട്ട്. സമയം ഇപ്പോൾ രാവിലെ 9:30 നമ്മളിപ്പോൾ KR എത്തിയതേ ഉള്ളൂ. പോരെ, അത്രയ്ക്ക് ലേറ്റാണ്. 2 മണിക്കൂർ 18 മിനിറ്റാണ് ഇപ്പോൾ ഈ വണ്ടി ലേറ്റായിട്ട് ഓടുന്നത് കേട്ടോ. മിക്കവാറും 1 മണിയൊക്കെ കഴിയുമായിരിക്കും മൈസൂർ എത്താൻ വേണ്ടിയിട്ട്. അപ്പുറത്ത് കിടക്കുന്ന നമ്മുടെ SMBT ബാംഗ്ലൂരിൽ നിന്നും ഇപ്പോൾ പുറപ്പെട്ട ദാനാപൂർ പോകുന്ന സംഘമിത്ര ആണ് കേട്ടോ. സംഘമിത്ര പട്നയ്ക്ക് പോകുന്ന സംഘമിത്ര സൂപ്പർ ഫാസ്റ്റ്. നമ്മുടെ വണ്ടി ഇനി ഒരു 10-20 മിനിറ്റും കൂടെ എക്സ്ട്രാ ലേറ്റ് ആയാൽ പുറകിൽ 1 മണിക്ക് മൈസൂർ എത്തുന്ന ചെന്നൈ മൈസൂർ ശതാബ്ദി കയറി ഓവർടേക്ക് അടിക്കും, ഉറപ്പാണ്. അത് മിക്കവാറും ബാംഗ്ലൂർ കഴിഞ്ഞിട്ട് എവിടെയെങ്കിലും വെച്ചായിരിക്കും. ശതാബ്ദി മാത്രമല്ല, നമ്മുടെ തൊട്ട് പുറകിൽ മറ്റേ വന്ദേ ഭാരതും ഉണ്ട്. ചെന്നൈ മൈസൂർ വന്ദേ ഭാരത്. അത് വൈറ്റ് ഫീൽഡ് ആവുന്നു. അപ്പോൾ 2 പ്രീമിയം ട്രെയിനുകൾ നമുക്കിട്ട് പണി തരും. വന്ദേ ഭാരത് മിക്കവാറും KSR ബാംഗ്ലൂരിൽ വെച്ച് വല്ലതും കയറി പോവായിരിക്കും. ഞാൻ അതിന് മുന്നേ കയറ്റി വിടുമെന്ന് അറിയത്തില്ല. എന്തായാലും നോക്കാം. ടേപ്പ് എന്തായാലും കിട്ടും, അത് ഉറപ്പാണ്. നിങ്ങൾ അത് കണ്ടോ, നിരയായിട്ട് കുറേ WD-40 നിരത്തിയിട്ടേക്കുന്നുണ്ടോ അവിടെ. കണ്ട് ഇവിടെ ഒരു WDG4 ട്വിൻസ് കിടക്കുന്നത് ഗോൾഡൻ റോക്കിൻ്റെ. കുറേ ഡീസലുണ്ടല്ലോ ഇവിടെ, ഇഷ്ടംപോലെ ഡീസലുണ്ട്. നമ്മളങ്ങനെ ബംഗളൂരു കണ്ടോൺമെൻറ്റ് എത്തി. സെയിം ഡിലേ തന്നെയാണ്. ഇതിപ്പം ബാംഗ്ലൂർ സിറ്റി എത്തുമ്പോഴേക്കും ഒരു ശകലം ഡിലേ കുറയും. ഇവിടെ ബാംഗ്ലൂർ കണ്ടോൺമെൻറ്റിൽ ഇവിടെ ഭയങ്കര പണിയൊക്കെ നടക്കുവാണേ. ഞാൻ ഇവിടെ ഫുൾ ആൾക്കാർ നിൽക്കുമായിരുന്നേ. അപ്പോൾ ഇവിടെ പുറകിലായിട്ട് ഒരു ട്രാക്ക് ഉണ്ട്. അവിടെ നമ്മുടെ സ്ലീപ്പർ വന്ദേ ഭാരതിന് റേക്ക് കിടക്കുന്നത് കണ്ടായിരുന്നു. അതായത് മുംബൈ ബാംഗ്ലൂർ സ്ലീപ്പർ വന്ദേ ഭാരത് തുടങ്ങും. അപ്പോൾ അതിൻ്റെ റേക്കാന്ന് തോന്നുന്നു ഇവിടെ വന്ന് കിടപ്പുണ്ട്. അതിനി എപ്പോൾ തുടങ്ങുമെന്ന് അറിയത്തില്ല. നിങ്ങളെ കാണിക്കാൻ പറ്റില്ല, കാരണം അവിടെ നിറച്ച് ആൾക്കാരുണ്ട്. അതുപോലെ പെട്ടെന്ന് പോയി അത് അവിടെ കിടക്കുമായിരുന്നത്. ഇവിടെ BML-ലാണത് ഉണ്ടാക്കുന്നത്. BML ഇവിടെ ആണല്ലോ, അപ്പോൾ അവിടെ ആണത് ഉണ്ടാക്കുന്നത്. അപ്പോൾ സ്ലീപ്പർ വന്ദേ ഭാരതിന് റേക്ക് ഞാൻ കണ്ടു, പക്ഷേ നിങ്ങളെ കാണിക്കാൻ പറ്റിയില്ല. നമുക്കതിൽ കയറണം. മുംബൈ ബാംഗ്ലൂരൊക്കെ വന്ദേ ഭാരത് സ്ലീപ്പർ തുടങ്ങുന്നതാണ്. അതിൻ്റെ ഇൻട്രൊഡക്ഷൻ ഇതൊക്കെ വന്നായിരുന്നു. എന്തായാലും തുടങ്ങുകയാണെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും യാത്ര ചെയ്യും.
KSR ബാംഗ്ലൂർ വെച്ചിട്ട് എന്തായാലും മറ്റേ വന്ദേ ഭാരത് ഓവർടേക്ക് അടിക്കും. നമ്മുടെ ഏതെങ്കിലും പ്ലാറ്റ്ഫോമിൽ കയറ്റിയിട്ട് മറ്റേ വണ്ടി ഏതെങ്കിലും പ്ലാറ്റ്ഫോമിൽ കയറി അത് പോയിട്ടായിരിക്കും നമ്മൾ പോകുന്നത്. കാരണം അത് തൊട്ട് ബാക്കിലുണ്ട്. അതിപ്പോൾ ബാംഗ്ലൂർ കണ്ടോൺമെൻറ്റ് എത്താറായിട്ടുണ്ട്. അപ്പോൾ വന്ദേ ഭാരത് ആദ്യം കയറി പണിയും. ഇനി മറ്റേത് ശതാബ്ദിയുടെ കാര്യം അറിയത്തില്ല, അത് നോക്കാം. എന്തായാലും ഡിലേ കുറഞ്ഞിപ്പോൾ 1 മണിക്കൂർ 40 മിനിറ്റ് ലേറ്റായിട്ട് നമ്മളങ്ങനെ കറക്റ്റ് 10 മണിയായപ്പോഴേക്കും കണ്ട് ഇവിടെ കയറുകയാണ് നമ്മുടെ KSR ബംഗളൂരു സിറ്റിയിൽ. പത്ത് മണിയായപ്പോൾ നമ്മളിവിടെ ഇനി ഇത് എപ്പോൾ വിടുമെന്ന് ഒരു പിടുത്തവും ഇല്ല. കാരണം വന്ദേ ഭാരത് പുറകെ ഉള്ളതുകൊണ്ടേ എപ്പോൾ ഇവിടെ നടത്തില്ല. ഞാൻ ഇവിടെ നിന്ന് രാവിലെ ഭക്ഷണം മേടിച്ചായിരുന്നു സൊമാറ്റോ നിന്നും. മറ്റേ തട്ടയിടലി ഉണ്ടല്ലോ, അത് മേടിച്ചായിരുന്നു. അപ്പോൾ ഞാൻ പോയി ബ്രേക്ക്ഫാസ്റ്റ് എടുക്കട്ടെ. രാവിലെ 10 മണിയായപ്പോൾ നമ്മുടെ കോച്ച് ഇതാണ്. ആൾക്കാരൊക്കെ ഓൾമോസ്റ്റ് ഇറങ്ങി. എന്നാലും കുറച്ച് ആൾക്കാരും ഉണ്ട്. എനിക്ക് തോന്നുന്നു മൈസൂർ പോകുന്ന ആൾക്കാരുണ്ടെന്ന് അറിയത്തില്ല. അപ്പോൾ ഇതായിരുന്നു എൻ്റെ ബർത്ത്, ലോവർ ബർത്ത്. ഭയങ്കര വീതി കുറവാണ്. ഒന്നാമത് എനിക്ക് വണ്ണം ഉള്ളതുകൊണ്ടേ എക്കണോമിയിലെ ബർത്തൊക്കെ ഭയങ്കര വീതി കുറവാണ്. അതുകൊണ്ടാണ് ഈ സാധനമൊക്കെ എടുത്ത് ഗരീബ് രഥിന് കൊടുത്തേക്കുന്നത്. അപ്പം ഫുഡ് കഴിക്കട്ടെ, വിശന്നിട്ട് വയ്യ. മറ്റേ വന്ദേ ഭാരത് അനൗൺസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെന്തായാലും ഇനി പോയിട്ടേ നമ്മൾ പോകത്തുള്ളൂ. അതുമല്ല നമുക്കിവിടെ ക്രൂ ചേഞ്ചും ഉണ്ട്. ഇത് ഇവിടെ മാത്രം കിട്ടുന്ന ഒരു ടൈപ്പ് ഇഡ്ഡലിയാണ്, തട്ടിഡലി എന്ന് പറയുന്നത്. നല്ല വലിയ ഇഡ്ഡലിയാണ് കേട്ടോ. ഇത് 2 എണ്ണം കഴിച്ചത് തന്നെ വയറ് നിറയും. ഇതാണ് രാവിലെ നമ്മൾ കഴിക്കുന്നത്. ഇതിൻ്റെ കൂടെ ഇത് എനിക്ക് തോന്നുന്നു സാമ്പാറാണെന്ന് തോന്നുന്നു. പിന്നെ ഇത് ചമ്മന്തി. നമ്മുടെ വണ്ടി ഇപ്പോൾ വിടുമെന്നൊക്കെ പറഞ്ഞ് അനൗൺസ് ചെയ്യുന്നുണ്ട്. എന്തായാലും നല്ല തേപ്പാണ് കിട്ടിയത്. 10:30 ആവാറായി. ഇപ്പോൾ 2 മണിക്കൂർ പ്ലസ് ഡിലേ ആയിട്ടുണ്ട്. എൻ്റെ ദൈവമേ, ആദ്യമായിട്ടാണ് ഈ വണ്ടിയിൽ കയറിയിട്ട് ഇത്രയും ലേറ്റ് ആവുന്നത്. പലതവണ ഈ വണ്ടി കയറിയിട്ടുണ്ട്, പക്ഷേ അരമണിക്കൂർ 3/4 മണിക്കൂറൊക്കെ ഡിലേ ആവുന്നതാണ്. പക്ഷേ ഇത് 2 മണിക്കൂറിൽ കൂടുതലൊക്കെ ഇത് എനിക്ക് ഞാൻ പറഞ്ഞില്ല, പാലക്കാട് കോയമ്പത്തൂർ സ്ട്രെച്ചിലാണ് ഈ വണ്ടിക്ക് തേപ്പ് കിട്ടിയത്. അവിടെ പാലക്കാട് കോയമ്പത്തൂർ എങ്ങാണ്ട് 2.25 മണിക്കൂർ എടുത്തറിയോ, ഇത്രയും സമയം എടുത്തു. എന്തായാലും 450 രൂപയ്ക്ക് ഈ ഒരു AC എക്കണോമി യാത്ര ശരിക്കും പറഞ്ഞാൽ വസൂലാണ് കേട്ടോ. നമുക്ക് ഇന്ത്യൻ റെയിൽവേ ആയിരുന്ന ഒരു ആനുകൂല്യമാണ്. വണ്ടി ഫുള്ളായിട്ടും ഇതിനെങ്ങനെയാണ് എനിക്ക് അപ്ഗ്രേഡ് കിട്ടിയെന്ന് ഇതുവരായിട്ടും മനസ്സിലാവുന്നില്ല കേട്ടോ. ചിലപ്പോൾ എന്തെങ്കിലും ഭാഗ്യം കൊണ്ട് കിട്ടിയായിരിക്കണം, അറിയില്ല എന്താണെന്ന്. ഇത് റെയിൽ കോച്ച് ഫാക്ടറിയിൽ ഉണ്ടാക്കിയ കോച്ചാണ് കേട്ടോ. നല്ല കോച്ചാണ്. പക്ഷേ ബെർത്തിന് വീതി ഇല്ലാത്തതാണ് മെയിൻ കാര്യം. തീരെ വീതിയില്ല. വണ്ണമില്ലാത്തവർക്കൊക്കെ കുഴപ്പമില്ല, വണ്ണം ഉള്ളവർക്ക് ഭയങ്കര പ്രശ്നമാണ്. 33 മിനിറ്റാണ് നമ്മുടെ മൈസൂർ എക്സ്പ്രസ് ഇവിടെ ഇട്ടത്. 10 മണിക്ക് വന്നിട്ട് ഇപ്പോൾ 10:33 ഇവിടെ നിന്ന് പുറപ്പെടുന്നത്. പോരെ 33 മിനിറ്റ്. ഇപ്പോൾ 2 മണിക്കൂർ കൂടുതൽ ലേറ്റ് ഉണ്ട് ഇപ്പോൾ. അപ്പോൾ 1:30 ആവും മിക്കവാറും മൈസൂർ എത്താൻ വേണ്ടി. ആ കിടക്കുന്നത് ഈയിടെ LHB ആയി ഇവരുടെ രാജറാണി എക്സ്പ്രസ് ആണേ. ബാംഗ്ലൂരിൽ നിന്ന് മൈസൂർ പോകുന്ന രാജറാണി എക്സ്പ്രസ് ഈയിടെ LHB ആയ വണ്ടിയാണ് കേട്ടോ. നേരത്തെ ICF ആയിരുന്നു. അത് 11:30 ആ വണ്ടി ഇവിടെ നിന്ന് വിടും. ലോക്കൊക്കെ പിടിപ്പിച്ച് സെറ്റായിട്ടിരിക്കുക. നമ്മളങ്ങനെ മൈസൂർ ലൈനിൽ കയറി. ഇവിടെ യാർഡാണ് ഈ കാണുന്നത്. അവിടെ ഒരു ബ്ലീഡ് ബ്ലൂ ലിവറിയിലുള്ളൊരു WDP4 ലോക്കോ ഷണ്ടിങ് ചെയ്യുന്നുണ്ട് അവിടെ. ഇതെല്ലാം ഇപ്പോൾ ഷണ്ടിങ്ങിലാണ്. ഇപ്പോൾ ഇത് മറ്റേ പാസഞ്ചർ ഡ്യൂട്ടിക്കൊക്കെ വളരെ കുറവാണിപ്പോൾ. കാരണം ഓൾമോസ്റ്റ് എല്ലാം ഇലക്ട്രിക് ആയല്ലോ. ഡീസലൊക്കെ വളരെ കുറച്ചേ ഉള്ളൂ. നോക്കിങ്ങനെ കയറ്റം ഇറങ്ങി വരുന്നത് കേട്ടോ, അടിപൊളിയല്ലേ. ഇനി ഇവിടെ നിന്ന് കെങ്കേരി എന്നൊരു സ്ഥലമുണ്ട്, അവിടം വരെ ഫുള്ള് വളവും തിരുവോ കേട്ടോ. ഞാൻ ഇതിനു മുമ്പ് കാണിച്ചിട്ടുണ്ട്, ഞാൻ ഇനി കാണിക്കുന്നതുമില്ല. കുറേ ആളെ കാണിച്ചിട്ടുണ്ട് ഈ റൂട്ടൊക്കെ. ഫുള്ള് തണ്ട് ഇതേപോലെ കുറേ വളവും തിരിവും കയറ്റവും ഒക്കെ ഉള്ളൊരു സെക്ഷനാണ് ഈ ബാംഗ്ലൂർ കെങ്കേരി സെക്ഷനെ. നമ്മളിപ്പോൾ ചന്നപട്ടണം എന്ന സ്ഥലമൊക്കെ കഴിഞ്ഞ് ഞാൻ അടുത്ത സ്റ്റോപ്പിൻ്റെ മധൂറാണ്. അപ്പോൾ മറ്റേ ശതാബ്ദി പുറകിലുണ്ട്. ശതാബ്ദി കെങ്കേരിയൊക്കെ എത്താറായിട്ടുണ്ട്. അത് കയറി വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നോക്കാൻ പറയാൻ പറ്റത്തില്ല. നോക്കാൻ എന്തായാലും അതിന് സ്റ്റോപ്പൊന്നും ഇല്ലല്ലോ. മഴ പെയ്തായിരുന്നെ കൊള്ളാൻ. ഇത് മഴയില്ല, ഒരു കുന്തമില്ല. നോക്ക്, നല്ല വെയിൽ. എന്തോ പരിപാടിയൊക്കെ നോക്കണം. നമ്മൾ പോകുന്നിടത്തൊക്കെ മഴ കിട്ടിയാൽ മതി. നമ്മുടെ ഈ യാത്ര നമ്മൾ മെയിനായിട്ട് പോകുന്നത്, നമ്മൾ ഇവിടുന്ന് തലകുപ്പ പോവും. തലകുപ്പ പോയിട്ട് നമ്മൾ തിരിച്ച് ഷിമോഗ പോകണമെന്നുണ്ട്, നോക്കട്ടെ. അല്ലെങ്കിൽ നമ്മൾ തിരിച്ച് യശ്വന്ത്പൂർ വന്നിട്ട് നമ്മൾ മറ്റേ സകലേഷ്പൂർ സുബ്രഹ്മണ്യ വഴി മംഗലാപുരത്തേക്ക് പോകും. ബിസ്ലെ ഘാട്ട്സ് എന്നൊക്കെ പറയും. നമ്മുടെ സകലേഷ്പൂർ സുബ്രഹ്മണ്യ ഘാട്ട് സെക്ഷൻ നല്ല രസമാണത്. അപ്പോൾ അതിൽ നമ്മൾ പോകുന്നുണ്ട്. അവിടെ എന്തായാലും മഴ കാണും. അത് ഘാട്ട് സെക്ഷനിൽ എന്തായാലും മഴ ഉണ്ടാവും. നാളെ പോകുന്നിടത്ത് മഴ ഉണ്ടായാൽ മതി. നല്ല വൃത്തിയുള്ള കോച്ചാണ്, നല്ല മെയിൻറ്റെയിൻഡ് കോച്ചാണ്. അപ്പോൾ ഇത് നമ്മൾ എത്തുമ്പോൾ മിക്കവാറും 1 മണിയൊക്കെ ആവും. 1 മണിയിൽ 12:50 ആവും. ഇത് 1:15 തിരിച്ച് എടുക്കും അവിടെ നിന്ന് ട്രിവാൻഡ്രത്തേക്ക്. അപ്പോൾ എന്തായാലും
ഇന്ന് എടുക്കാൻ കുറച്ച് ലേറ്റ് ആവും, കാരണം ഇത് അവിടെ എത്തി ക്ലീനിങ് ഒക്കെ ചെയ്യണ്ടേ. അപ്പോൾ എന്തായാലും 1:30-1:45 ആവും. 1 മണിക്കൂർ 55 മിനിറ്റ് ലേറ്റായിട്ട് നമ്മളങ്ങനെ മധൂർ എന്ന് പറഞ്ഞൊരു സ്റ്റേഷനിലേക്ക് കണ്ട് കയറുവാണ്. ഇവിടെ ഇതിന് സ്റ്റോപ്പുണ്ട്. ഇത് തന്നെ പിന്നെ മാണ്ഡ്യ, അത് തന്നെ പിന്നെ മൈസൂരു. ഒത്തിരി കയറ്റം ഇറക്കമുള്ളൊരു റൂട്ടാണ് ഈ ബാംഗ്ലൂർ മൈസൂർ സ്ട്രെച്ച് എന്ന് പറയുന്നത്. കയറ്റം ഇറക്കവും വളവും തിരിയൊക്കെ. പക്ഷേ മാക്സിമം പെർമിസിബിൾ സ്പീഡ് ഇവിടുത്തെ 110 km/h ആണ്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല സ്പീഡിലൊക്കെ വണ്ടി പോവും. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് വളരെ കുറവാണ്. ഇടയ്ക്കിടയ്ക്ക് 80-90 ആ റേഞ്ചൊക്കെ ഇടയ്ക്ക് സ്പീഡുള്ളൂ. നമ്മുടെ ട്രെയിനിൻ്റെ ലാസ്റ്റ് സ്റ്റോപ്പ് നമ്മൾ എത്തിയിരിക്കുകയാണ്, മാണ്ഡ്യ കേട്ടോ. ഇനി ഇവിടെ നിന്ന് കുറച്ചുകൂടെ ഉണ്ട് മൈസൂർ ജംഗ്ഷൻ. നമ്മളൊരിപ്പോൾ സമയം 12 മണിയായി. ഒരു 12:45 ആവും നമ്മളെത്താൻ വേണ്ടി. 12:45, 12:50 ആവും. ബാംഗ്ലൂരിൽ നിന്നൊക്കെ കയറി കുറേ ആൾക്കാരൊക്കെ ഇവിടെ ഇറങ്ങി കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ അടുത്ത സ്റ്റോപ്പ് മൈസൂർ ജംഗ്ഷനിലാണേ. ഇത്തിരിയായിട്ട് മഴയുടെ ഒരു ലക്ഷണം പോലും ഇല്ല കേട്ടോ. എന്തായാലേ ജൂണായിട്ട് മഴയില്ല ഗൈസ്. നമ്മുടെ വണ്ടി 2 മണിക്കൂർ വരെ ലേറ്റ് വന്നതാണേ. ഇപ്പോൾ സമയം 12:45 ആവുന്നു. ഇതിൻ്റെ ഒറിജിനൽ അറൈവൽ ടൈം 11:45. അതായത് ഇപ്പോൾ 1 മണിക്കൂർ അടുപ്പിച്ച് ഡിലേ മാത്രമേ ഉള്ളൂ. അതായത് അത്രയ്ക്ക് സ്ലാക്ക് ഈ ഒരു സെക്ഷനിൽ അവർ കൊടുത്തിട്ടുണ്ട്, എക്സ്ട്രാ റണ്ണിങ് ടൈം. നമ്മളങ്ങനെ മൈസൂർ ജംഗ്ഷനിലേക്ക് കയറുകയാണ്. ഇവിടെ എത്തിയപ്പോഴേക്കും വെയിലൊക്കെ ശകലം കുറഞ്ഞ പോലൊക്കെ തോന്നുന്നുണ്ട്, എന്നാലും വലിയ വ്യത്യാസമൊന്നുമില്ല. നമ്മൾ മൈസൂരു ജംഗ്ഷനിലേക്ക് കയറുവാണ് കേട്ടോ. എൻ്റെ ഫേവററ്റ് റെയിൽവേ സ്റ്റേഷനാണ് മൈസൂരു ജംഗ്ഷൻ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അങ്ങേ അറ്റത്തെ ട്രാക്കാണ് മറ്റേ ഇവിടുന്ന് ഹാസൻ പോകുന്ന ലൈനെ. ഞാൻ കരുതിയത് ശതാബ്ദിയൊക്കെ കയറിപ്പോകുന്നതാണ്, കാരണം ശതാബ്ദി നല്ല അടിച്ചിട്ട് വരുന്നുണ്ടായിരുന്നു. അതിപ്പോഴും ഒരു 4 സെഷൻ ബാക്കിലാണേ. അപ്പോൾ അതെന്തായാലും കയറിപ്പോയില്ല. നമ്മൾ ബാംഗ്ലൂരിൽ നിന്ന് ഇങ്ങോട്ടേക്ക് നല്ല റണ്ണാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ അതുകൊണ്ട് അത് കയറിപ്പോയില്ല. അതിൻ്റെ ടൈം 1 മണിയാണ്. നമ്മൾ അതിന് മുന്നേ ഇവിടെ കയറി. നമ്മൾ 12:45 ആവുന്നിപ്പോൾ. നമ്മളങ്ങനെ മൈസൂരു ജംഗ്ഷനിലേക്ക് കയറുകയാണ് കേട്ടോ. നമ്മൾ പ്ലാറ്റ്ഫോം 2-ലാണ് വന്ന് കയറുന്നത്. പ്ലാറ്റ്ഫോം 2 ഇവിടെ ലോക്കോ കപ്പിൾ ചെയ്യാൻ വേണ്ടി മുന്നേ ആൾക്കാരൊക്കെ റെഡി ആയിട്ടുണ്ട്. കാരണം വണ്ടി ഇപ്പോൾ വേഗം തന്നെ തിരിച്ചെടുത്തോണ്ട് പോകേണ്ടതല്ലേ. ഇപ്പം എല്ലാം ചടപടേന്നായിരിക്കും. നമ്മുടെ വണ്ടി വന്നിട്ട് ലോക്കോ കണ്ട് ഊരി എടുത്തോണ്ട് പോവാണ്. ഈ സെയിം ലോക്കോ തന്നെയാണ് ഇനി തിരിച്ച് ഇതിനും പോകുന്നത്. അപ്പോൾ 12:45 1:15 തന്നെ വണ്ടി വിടുമായിരിക്കും. കണ്ടോ, ലോക്കോ തിരിച്ച് പോവുക. ഇനി ഇത്
റിവേഴ്സ് അടിച്ച് ഇതേ കൊണ്ട് പിടിപ്പിക്കും. ഇനി ഈ വന്ദേ ഭാരത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? നമ്മൾ ഒരു തവണ ഈ വന്ദേ ഭാരതിൻ്റെ വ്ലോഗ് എടുത്തിട്ടുണ്ട്. ഇത് മറ്റേ മൈസൂർ ചെന്നൈ വന്ദേ ഭാരതാണേ. അപ്പോൾ ഇത് ഈ റൂട്ടിലെ തന്നെ ഒരു ഫാസ്റ്റസ്റ്റ് വണ്ടിയാണ്. നല്ല കിടിലൻ വണ്ടിയാണ് കേട്ടോ. നല്ല വണ്ടിയാണ് ഈ ഒരു മൈസൂർ ചെന്നൈ വന്ദേ ഭാരത്. ഇത് എനിക്ക് തോന്നുന്നു രാത്രിയിൽ ചെന്നൈ എത്തുന്ന വണ്ടിയാണേ. അപ്പോൾ ഇതിവിടെ കിടക്കുവാണ്. ഇതിപ്പോൾ കുറച്ച് കഴിയുമ്പോൾ എടുത്തുകൊണ്ട് പോകും. അപ്പോൾ മൈസൂർ നമ്മൾ വന്ന് നല്ല കട്ട വെയിലാണ് ഇവിടെ. അപ്പോൾ നമ്മുടെ അടുത്ത യാത്ര ഇനി തലകുപ്പയിലേക്കാണ്. ഷിമോഗയ്ക്ക് അടുത്തുള്ളൊരു സ്ഥലമാണ്. ഇവിടുന്ന് മൈസൂരു തലകുപ്പ എക്സ്പ്രസ്സിനാണ് നമ്മൾ പോകുന്നത്. നമ്മൾ എല്ലാ വർഷവും പോകുന്നൊരു സ്ഥലമാണ്. അപ്പോൾ ഈ വർഷവും നമ്മൾ പോവാണ്. അപ്പോൾ അവിടെ മഴയുണ്ടോ എന്ന് നോക്കാം ഇനി. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട അഭിപ്രായം പറയാം. നെക്സ്റ്റ് ദിവസം കാണാം. ബൈ.